ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങക്കായ കൊണ്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു തീയലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു 200 ഗ്രാം മുരിങ്ങക്കായ ഇതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണമൊക്കെ ഇതുപോലെ ഒന്ന് നെടുക കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 15 ചെറിയ ഉള്ളി കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ നമ്മളൊരു മുറി തേങ്ങ, ഇതിപ്പോൾ ഒരു കപ്പുണ്ട്, അതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു നുള്ളു ഉലുവയും ഒരു 10 കുരുമുളകിൻ്റെ തരി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തു, 2 വെളുത്തുള്ളി എല്ലാം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു 2-3 വറ്റൽമുളക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് വേപ്പില. ഇനി നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് പാൻ ചൂടായി വന്നിട്ടുണ്ട്. തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയ ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉലുവയും കുരുമുളകും അതും കൂടെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ബ്രൗൺ നിറമാകുന്ന വരെ വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു പാകമായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ചൂടാറാനായി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണയെ തേങ്ങ വറുക്കുന്നതിൽ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ അരിയും കൂടി ചേർത്തിട്ട് 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തീ കുറച്ചിട്ടിട്ട് നമുക്ക് അരപ്പ് ചൂടാറിയിട്ടുണ്ട്, അരച്ചെടുക്കാം കേട്ടോ. മിക്സി ജാറിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരച്ചിട്ടുണ്ട്, അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ കുറവായതുകൊണ്ടാണോന്നറിയില്ല, ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ നമ്മൾ പുളി ഒഴിച്ച വെള്ളമില്ലേ, പുളിയിലിട്ട ചൂടുവെള്ളം, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളേ. ഇനി നമുക്കിതൊന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാം. അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഈ ഒരു പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
നമ്മുടെ മുരിങ്ങാക്കോലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഈ എണ്ണയിൽ തന്നെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ച് മുരിങ്ങാക്കോല് വേകാൻ ആവശ്യമായി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം. ഇതിപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവുള്ളൂ. മുരിങ്ങക്കായ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതിൻ്റെ പുളി ഒന്ന് പാകാണെന്ന് നോക്കാം. പുളിയുണ്ട്, അല്പം ഉപ്പ് കുറവാണ്. കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി ഇത് അധികം നേരം തിളക്കിയൊന്നും വേണ്ട. മൺചട്ടി ആയതുകൊണ്ട് ഇതേ ലോ ഫ്ലെയിമിലാണെങ്കിലും കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാ നോക്കി, നമ്മുടെ അടിപൊളി മുരിങ്ങാക്കോല് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുരിങ്ങാക്ക തീയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.